ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. അതും നല്ല മഴയുള്ള സമയമാണ്. കറക്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി കാത്തിക്കായിരുന്നു മഴ പെയ്യാൻ. അപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് എജുമാർട്ടിൽ നിന്ന് എടുക്കണം, ഷോപ്പ് ചെയ്യണം എന്നാണ്. അപ്പം ഞങ്ങൾ ഷോപ്പിൽ എത്തിയിട്ട് ബാക്കിയെല്ലാം പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളെങ്ങനെ ഷോപ്പിലെത്തി. ഷോപ്പിൽ എത്തിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് വെറൈറ്റി കളക്ഷൻസ് ഓഫ് ചെരുപ്പുകളായിരുന്നു. അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയപ്പോഴാണ് അവിടെ കുറേ ബാഗ്സ് കണ്ടത്. അപ്പം പിന്നെ വിചാരിച്ചു ബാഗുകൾ നോക്കാമെന്ന്. അപ്പം ബാഗ്സ് നോക്കാൻ പോയപ്പം സത്യം പറഞ്ഞാൽ അവിടെ ബാഗിനായിട്ട് സ്ഥലം എഴുതി കൊടുത്ത പോലെയായിരുന്നു. കാരണം ബാഗ്സ് അത്രയായിരുന്നു. അപ്പം ബാഗ്സിൽ എന്തൊരു വെറൈറ്റി കളക്ഷൻസാണ്. ബാഗ്സിന് വൈഡ് കളക്ഷൻസാണുള്ളത്. അതും കുട്ടികൾക്കായിട്ട് ഡോറാബുജി, എൽസ, യൂണിക്കോണ്, സ്പൈഡർമാൻ, മറ്റേത് മറിച്ചെന്ന് പറയും കുറേ ഉണ്ടായിരുന്നു. വലിയ കുട്ടികൾക്കും നല്ല നല്ല ബാഗ്സ് ഉണ്ടായിരുന്നു. അതും അടിപൊളി ബാഗ്സ് ആയിരുന്നു. ഇങ്ങനെ പോയി സ്കൂൾ ബാഗ്സ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഹാൻഡ് ബാഗ്സ് അവിടെ കണ്ടത്. അപ്പം അതും കൂടി എടുത്തു. അപ്പം ഇതാ അവിടെ കുറേ വീണ്ടും ഇങ്ങനെ കുറേ കളക്ഷൻസ് ആണ്. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അത് കിട്ടാൻ തോന്നുന്നു അവിടെ തൂക്കിയിട്ടത്. അപ്പം അതൊക്കെ ബാഗ്സൊക്കെ നോക്കി ഒന്നും വാങ്ങാണ്ട് ഞങ്ങൾ ഈ ഡയറി കണ്ടപ്പോൾ ഈ ഡയറീൻ്റെ അടുത്തേക്കാണ് നേരെ ചെന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ അടിപൊളി ഡയറീസ് ഇല്ലേ, വെറുതെ കണ്ടപ്പോൾ വെറുതെ എടുത്തു നോക്കി. അപ്പോൾ അത് നല്ല തൊടുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നോക്കി. അത് ഹലോ കിറ്റിൻ്റെ, യൂണിക്കോണിൻ്റെ, ബാർബീൻ്റെ ഇതുവരെ കാണാത്ത കുറേ ഡയറീൻ്റെ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടടുത്തിട്ടാണ് ഈ ബോക്സിൻ്റെ കളക്ഷൻസ്. സത്യം പറഞ്ഞാൽ ഈ കാണുന്ന ബോക്സിൻ്റെ കളക്ഷൻ ഒന്നുമല്ല, ഇനിയല്ലേ വരാൻ പോകുന്നത്. അപ്പം അതിൻ്റെ അപ്പുറത്ത് കുട ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തത്, അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെച്ചിട്ട്. അപ്പം ഇത് കുറച്ച് സ്റ്റോറി ബുക്സ് ആണെന്ന് തോന്നുന്നു. ആ സ്റ്റോറി ബുക്സ് ഉണ്ടായിരുന്നു. ഇതാണ് പൗച്ചും ബോക്സിൻ്റെ കളക്ഷൻ. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ അത് ഗ്ലിറ്ററിയൊക്കെ ഉള്ള യൂണിക്കോണിൻ്റെ പൗച്ചൊക്കെയാണിത്. അപ്പോൾ അതാ ഫോൾഡിങ്ങിൻ്റെ പൗച്ചിൽ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് സെറ്റ് ഇല്ലേ, നമ്മൾ കോംബോ ആയിട്ട് സെയിം പെൻസില്, അതിൻ്റെ അതേതായിട്ടുള്ള റബ്ബർ, അങ്ങനെയൊക്കെ. പിന്നെ ഈ ബ്ലാക്ക് പിങ്കിൻ്റെ, BTSൻ്റെ വേറെ എന്താ പറയുക ബോക്സുകൾ ഉണ്ടായിരുന്നു. ഇത് ഉരുട്ടാൻ പറ്റും. ഇങ്ങനെ ബസ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ വണ്ടികളുടെ അനുസരിച്ച് ഉരുട്ടാൻ നമുക്ക് ഓടിക്കാനൊക്കെ പറ്റും. അത്ര BTSൻ്റെയും ബ്ലാക്ക് പിങ്കിൻ്റെ ഒക്കെ ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഞാൻ ബാഗ്സിൻ്റെ ഇതിലേക്ക് തന്നെ വന്നു. അപ്പോൾ യൂണിക്കോൺ ഫാൻസിനും എൽസേൻ്റെ അന്നേൻ്റെ ഫാൻസിനും ഒക്കെ പറ്റിയ ബാഗ്സ് അവിടെ ഉണ്ട്. അമ്മ സ്പൈഡർമാൻ്റെ ബാഗ് കണ്ണനും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം പിന്നെ കണ്ടത് സ്റ്റേഷനറി പോലത്തെ സ്റ്റേഷനറി കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഗിഫ്റ്റ് ബോക്സുകളായിരുന്നു. എൻ്റെ അമ്മയെ ഗിഫ്റ്റ് ബോക്സ് സൂപ്പറായിരുന്നു. കാരണം അടിപൊളിയായിരുന്നു ഗിഫ്റ്റ് ബോക്സ്. അതാണ് ഞാൻ എടുത്തു നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ തന്നെ അത് ഹേർട്ട് ഷേപ്പിലൊക്കെ ഉള്ളതാണ്. കണ്ണൻ അവിടെ നോക്കുന്നുണ്ട്. കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സെലിബ്രേഷൻസ് ഒക്കെ ഉള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇല്ലേ, എന്തായിരുന്നു ഫോയിൽ കർട്ടൻ തന്നെയാണ്. ഫോയിൽ കർട്ടൻ അങ്ങനെയുള്ള സാമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതവിടെ കുറേ ബോക്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മറ്റേ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സ്റ്റേജിലൊക്കെ വെക്കില്ലൊരു സാധനം, അതേപോലത്തെ റൗണ്ടിലുള്ളൊരു സാധനത്തിൻ്റെ പേരിക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അപ്പം വീണ്ടും കുറേ ഡെക്കറേഷൻ. പിന്നെ ഇത് മൊത്തം പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്. അതും ഡെക്കറേഷനൊക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയൊരു ബോക്സ് ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല എന്തിനാന്ന്. പിന്നെ അവിടെ പിന്നെ കുറേ സ്റ്റാറും, എനിക്ക് തോന്നിയത് ക്രിസ്മസ് തീമിനുള്ള സാധനങ്ങളാണെന്ന്. ഇവിടെ ഉണ്ടായിരുന്നു കുറേ ഫോയിൽ കർട്ടനൊക്കെ. ക്രിസ്മസിന് പറ്റിയ സാധനമുണ്ട്. പിന്നെ നമ്പറിൻ്റെ ഫോയിൽ ബലൂൺ ഇല്ലേ, അതുണ്ടായിരുന്നു. മേലത്തത് വെറുതെ ഡിസൈൻ വെച്ചിട്ട് വിൽക്കാനുള്ളതല്ല. അപ്പം പിന്നെ
സത്യം പറഞ്ഞ ഈ ഗ്രീറ്റിംഗ് കാർഡ് നേരത്തെ എൻ്റെ അടുത്ത് കൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ നോക്കിയതേ ഇല്ല. ഞാൻ ഇറങ്ങിയിട്ടും കൂടി ഇല്ലാതെ ഗ്രീറ്റിംഗ് കാർഡാണ്. പിന്നെയാണ് ഞാൻ കണ്ടത് അത്. ഇതൊക്കെ എന്താണ് ക്ലോക്കിൻ്റെ സാധനങ്ങളാണ്. ക്ലോക്ക് നല്ല വെറൈറ്റി ആയിട്ട് വെച്ചു. അത് അടിയിലും നിറച്ച് ക്ലോക്കാണ്. അടിയിൽ കുറേ എന്താണ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ബോക്സ് ഉണ്ട്. പിന്നെ ആ ബലൂൺസാണ്. ഇത് ഫുൾ ബലൂൺസ് ആയിരുന്നു. പിന്നെ കുറേ എന്താണ് ഫ്ലവർ വേസുകളൊക്കെ ഉണ്ടായിരുന്നു. ഫ്ലവർ വേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ വീണ്ടും ഫ്ലവേഴ്സ്. വീണ്ടും നമ്മൾ വന്ന വഴി കൂടെ നമ്മൾ തിരിച്ചു പോവാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇപ്രാവശ്യം അപ്പുറത്തേക്ക് പോയി നോക്കാൻ പോവാണ്. ഇവിടെയും കുറച്ച് പിന്നെ അത് അവിടെ കുറച്ച് ബാഗുകൾ വീണ്ടും കണ്ടു. ഈ ബാഗ് ഞാൻ നോക്കി വെച്ച് എനിക്ക് വല്ലാണ്ട് രസമില്ലാന്ന് തോന്നി. അപ്പം അവിടെ തന്നെ വെച്ചു. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ, റെയിൻബോ കളറിൽ നമ്മൾ പോപ്പിറ്റിൻ്റെ സൈഡ് ബാഗാണെന്ന്. അവിടെ സൈഡ് ബാഗും ഉണ്ട്. കാരണം എല്ലാ ടൈപ്സ് ഓഫ് ബാഗ്സും അവിടെ കിട്ടുമായിരുന്നു. പിന്നെ ഇത് കുറേ എന്താണ് പെട്ടികളൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കിറ്റാണോ ബാഗ് തന്നെ ഹാൻഡ് ബാഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്ര ഏരിയ ബാഗ്സിനായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ലഗേജ് ബാഗ് പോലെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നമ്മുടെ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള പോപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ബർത്ത്ഡേക്കൊക്കെ പറ്റിയിട്ടുള്ളത്. പിന്നെ ഇത് ചെറിയ മിനി ഗിഫ്റ്റ് ബോക്സുകളാണ്. പിന്നെ ഇത് എൻവലപ്പാണ് കേട്ടോ. അപ്പം അതേപോലെ അതിൽ തന്നെ കുറേ വെറൈറ്റി ഡിസൈൻസൊക്കെ ആയിട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിയില്ല. നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് ചെയ്യാൻ വന്നത്. അത് നോക്കണം. ഇത് ഗ്രീറ്റിംഗ് കാർഡ്സാണ്. ഇതാ കണ്ടില്ലേ, ഇത് ഞാൻ കാണാണ്ട പോയിട്ട് ഇപ്പോഴാണ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ. അവിടെ കുറേ പിന്നെ അമ്മ എന്തൊക്കെയോ നോക്കണ്ടായിരുന്നു. അമ്മേൻ്റെ വേത്തല ചെന്നപ്പോൾ ഇതാ കുറേ ഷോ പീസുകളില്ലേ, അതൊക്കെ. പിന്നെ അടിയിൽ ചെറിയൊരു ഫ്രെയിമുണ്ട്. ഇത് കുക്കിംഗ് ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് ലഞ്ച് ബോക്സാണ്. ലഞ്ച് ബോക്സുകൾ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. വാട്ടർ ബോട്ടിൽ ഈ ഒരു ഏരിയയിലാണ് ഉള്ളത്. അങ്ങനെ അതൊക്കെ. പക്ഷേ ഇവിടെയും പൗച്ചുകളുണ്ടായിരുന്നു. അവിടെ പക്ഷേ സിമ്പിൾ പൗച്ചുകളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അവിടെ ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊന്ന് എടുത്തു, പിന്നെ മാറ്റിയിരുന്നു. അപ്പം ഇതാ യൂണിക്കോണിൻ്റെ മറ്റേ ഫറുള്ള സാധനമല്ലേ, ഒന്ന് നോക്കി. പക്ഷെ എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. എനിക്ക് ടെഡിബെയറിൻ്റെ വൈറ്റ് ഇഷ്ടമായി, അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് എടുത്തത്. അപ്പം ഇതിൻ്റെ സ്നാക്സ് പോലത്തെ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ലഞ്ച് ബോക്സിൻ്റെ ഒരു സാധനം. ലഞ്ച് ബോക്സ് എന്താ വീണ്ടും പൗച്ചുകൾ. ഇത് വാട്ടർ ബോട്ടിൽ. അതൊക്കെ കുഞ്ഞൽസ അവിടെ നോക്കി വെക്കുന്നു. വാട്ടർ ബോട്ടിലാണ് ഇനി ഉള്ളത്. വാട്ടർ ബോട്ടിൽ ഇവിടെയും ചെറിയൊരു ഈ സാധനമാണ് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന മറ്റേ പൗച്ച്. പിന്നെ ഇവിടെയും കുറേ ബോക്സും പൗച്ചും കൂടി മിക്സ്. അപ്പോൾ പിന്നെ ഇവിടെ റെയിൻബോ ഡോണറ്റ് പോലത്തെ കുറേ അതിൻ്റെ ഷേപ്പിലുള്ള കുറേ ബോട്ടിൽസ് ഉണ്ടായിരുന്നു. ഇത് മറ്റേ റെയിൻബോൻ്റെ മോട്ടിവേഷണൽ ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ. പക്ഷേ അതിൻ്റെ സ്ലിമ്മൻ. ഇത് ഞാൻ മീഷോയിൽ കുറേ കണ്ടിട്ടുണ്ട്. മറ്റേ സിലിക്കോണിൻ്റെ സാധനമില്ലേ, വലിച്ച് വലുതാക്കാൻ പറ്റും, ചെറുതാക്കാൻ. ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ സ്റ്റിക്കേഴ്സ് ഫ്രീ ആണെന്ന് തോന്നുന്നു. പിന്നെ അതാ ഗിഫ്റ്റുകളാട്ടോ. അതൊക്കെ കിറ്റാണത്. ഫുള്ള് നിറച്ച് കിറ്റായിരുന്നു. പിന്നെ ഇത് വാട്ടർ ബോട്ടിലും കിറ്റും ഒക്കെ കൂടി. ഇത് വാട്ടർ ബോട്ടിൽ, അപ്പുറത്ത് ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ എല്ലാം. പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് വന്നപ്പം അതാ കുറേ ഫാൻസി ഐറ്റംസ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതും ഇതേപോലത്തെ ഫാൻസി ആയിട്ടുള്ള ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പെന്നുകളില്ലേ, പോപ്പപ്പിൻ്റെ പെന്നുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ഫ്ലെമിംഗോ, ക്യാറ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതും കൂളിംഗ് ഗ്ലാസ് വരെ വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പം അതൊക്കെ നോക്കി. നെയിൽ കട്ടർ വരെ ഉള്ള ഒരിതാണ്. നെയിൽ കട്ടർ ഫ്രീ ആണെന്ന് തോന്നുന്നു. അപ്പം
അതൊക്കെ. പിന്നെ ഇത് നമ്മുടെ മറ്റേ സ്ക്രഞ്ചീസ് പോലത്തെ അതിന് 2 വാലുള്ള ബോ പോലത്തെയാണ്. പിന്നെ ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മാല, ഇത് ഫുൾ ഫാൻസി ഐറ്റംസ് ആയിരുന്നു. ഇപ്പുറത്തും ഫുൾ ഫാൻസി ഐറ്റംസ്. ഇത് കുഞ്ഞുവാവകൾക്ക് കിട്ടുന്ന മറ്റേ പാൻറ്റിൽ അതായിരുന്നു. പിന്നെ അതാ ഇവിടെ ബണ്ണ്, ഇയറിങ്സ്, റിബൺ, അങ്ങനെ ഉള്ള സാധനങ്ങൾ, പൊട്ട്, വള, അങ്ങനെയൊക്കെയുള്ള എല്ലാം സാധനങ്ങളായിരുന്നു. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെയും ഇത് സ്ക്രഞ്ചീസ് ഉണ്ടായിരുന്നു. കുറേ നല്ല നല്ല സ്ക്രഞ്ചീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫാൻസിക്കായിട്ട് ഈ ഏരിയ സത്യം പറഞ്ഞാൽ ഫുൾ ഫാൻസി ആയിരുന്നു. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ കാണിച്ച സ്ഥലങ്ങളും സാധനങ്ങളും ഫുൾ ഫാൻസി. ഇവിടെയും ഫാൻസി. നേരത്തെ ബാഗിന് എഴുതി കൊടുത്ത സ്ഥലം ഇവിടെ ഇപ്പോൾ ഫാൻസിക്ക് എഴുതി കൊടുത്തു. അപ്പം ചെവിയൊക്കെ ഉള്ള ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ തൊട്ട് വെക്കുന്നുണ്ട് എന്ന് മാത്രമേ, ഒന്നും എടുത്തിട്ടില്ല, എടുക്കാൻ സമ്മതിച്ചില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പം പിന്നെ ഇവിടെ ഹോം അപ്ലയൻസസ്, പിന്നെ ഇവിടെ ബുക്സാണ്. ബുക്സില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ സ്കൂളിലേക്ക്. അപ്പം അത് പിന്നെ ഇവിടെ ഏറ്റവും വെറൈറ്റി ഇടയ്ക്ക് തോന്നി, ഇത് നോക്ക്, നമ്മുടെ മറ്റേ കുറേ പുതിയ ബ്രൗൺ പേപ്പറില്ലേ, അത് ഗ്ലിറ്ററുള്ള, അതിലൊരു നല്ല അടിപൊളി കളേഴ്സ് ഉണ്ടായിരുന്നു. അതും ഗോൾഡൻ, ഡാർക്ക് ബ്ലൂ, റെഡ്, ഗ്രീൻ എന്ന് പറയും, കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ നെയിംസ്, സാധാരണ നോർമൽ ബ്രൗൺ കവർ ഉണ്ടായിരുന്നു. പിന്നെ നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങളെടുത്തു. പിന്നെ ഇത് ക്രയോൺസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇത് നോട്ട് പാഡ് പോലത്തെ അല്ലേ, ആ നോട്ട് പാഡാണിത്. എല്ലാവരും എൻ്റെ കാലിലാണല്ലോ ചുറ്റാറ്, അതുകൊണ്ട് ഇതും ചുറ്റി. അപ്പോൾ അങ്ങനെ നോക്കി നമ്മളുടെ വേറെ സാധനങ്ങളൊക്കെ നോക്കാൻ പോവാണ്. സ്പൈറൽ, ഈ ഡയറിൻ്റെ ചെറുത് വേണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ വലുത് മാത്രമേ അവിടെ കണ്ടുള്ളൂ. ചെറുതും ഉണ്ടാവും, ഞാൻ മൈൻഡിൽ കാണാത്തോണ്ടായിരിക്കും. പിന്നെ ഷാർപ്നർ, ഇറേസർ, അങ്ങനെയുള്ള പെൻസില്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉള്ളത്. പിന്നെ സ്കെയിൽ, അതൊക്കെ ആയിരുന്നു. പെന്നാട്ടോ ഇതൊക്കെ, പെൻ ഇത് നമ്മുടെ കോമ്പസ് മാത്രമായിട്ട്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച ഇറേസറാണ്, പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഷാർപ്നറാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ. പിന്നെ ഇത് ഷാർപ്നർ മാത്രമായിട്ടുള്ളതാണ്. ഷാർപ്നർ ഇറേസറും കൂടി മിക്സായി. പിന്നെ ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല, എന്തൊക്കെയോ സീസേഴ്സും ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഡ്രോയിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളുണ്ടായിരുന്നു. കണ്ടെന്താ അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടതിൻ്റെ ഒരു ആഹ്ലാദമായിരുന്നു. ഇത് നമ്മുടെ വാഷി ടാപ്പില്ല, അതാണ്. അത് വെറൈറ്റി ആയിട്ട് ഞാൻ കാണാത്ത സ്ഥാപനത്തിലൊക്കെ കളക്ഷൻസ് ആയിരുന്നു വാഷി ടാപ്പിലും ഉണ്ടായിരുന്നു. പിന്നെ അടിയിൽ കുറച്ച് ത്രെഡ് സംഭവങ്ങളാണ്. പിന്നെ എന്ന് വെച്ചാൽ പേപ്പർ ടേപ്പ് പോലത്തെ ഒക്കെ അല്ലേ, അതാണ്. പേപ്പർ ടേപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾ കാണണം, എന്തൊരു ഇതാണ്, എത്രങ്ങാനും. ഇത് ഫുൾ എന്താ പറയുക, ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ കണ്ണൊക്കെ നമ്മൾ ചെറുതാകുമ്പം പ്ലേ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി തരുന്ന മറ്റേ കണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതേപോലത്തെ എല്ലാ ബീഡ്സ്, അങ്ങനെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇല്ലേ, നമ്മുടെ മറ്റേ ഫേസിൻ്റെ സീൽ, ഓരോ ഓരോ സീലുകൾ ഉണ്ടാവില്ലേ, വെറൈറ്റി. പിന്നെ ഇത് മറ്റേ പഞ്ചില്ലേ, പഞ്ച് ചെയ്ത അപ്പം ഷേപ്പിൻ്റെ ഇത് കട്ട് ചെയ്ത് വരും. അതിൻ്റെ ചെറുതും വലുതും ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ സീസേഴ്സ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കവറാണ്. ഇത് വളരെ വെറൈറ്റി ആയിട്ട്, ഇത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, സത്യം പറയാലോ, കണ്ടിട്ടില്ല. പിന്നെ വേറെ അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ടായിരുന്നു.
പിന്നെ 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 കുറേ ഐസ്ക്രീം സ്റ്റിക്സ് ഇല്ലേ, കളറില്ലാത്ത റെയിൻബോ കളറിലൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെയാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ ഗ്ലിറ്ററിനൊക്കെ സ്റ്റിക്കറില്ലേ, അതുണ്ടായിരുന്നു. പിന്നെ ഇത് ബുള്ളൻ ത്രെഡാന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇത് റിബൺസ്. അപ്പം ഇത് ഫുൾ റിബൺസ് ആയിരുന്നു. അപ്പം റിബൺസ് നോക്കി പോയപ്പോൾ നമ്മുടെ ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ ഒക്കെ മേളിൽ മറ്റേ ആ ഫ്ലവർ പോലത്തെ വെക്കൂലേ വലിച്ചിട്ട്, ആ സാധനമാണ് ഇത്. പിന്നെ ഗിഫ്റ്റിലൊട്ടിക്കാൻ വെച്ച നെയിമിൻ്റെ. പിന്നെ ഇതെന്താണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല. അപ്പം അത് തന്നെയാണ് ഞാനും നോക്കിയത്. പിന്നെ അതവിടെ അടിയിൽ കുറേ കളർ സ്കെച്ചാന്ന് തോന്നുന്നു, സ്കെച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്താ പെർ ക്ലോത്ത് റെയിൻബോ, ആ റെയിൻബോൻ്റെ പെർ ക്ലോത്താണിത്. അപ്പം പിന്നെ ഇവിടെ എന്തൊക്കെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത് വാട്ടർ കളറിൻ്റെ. ഇത് സംഭവം ബുക്ക് പോലെ ഉണ്ടായപ്പോൾ ഞാൻ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് തുറക്കാൻ തുറന്ന് നോക്കിയപ്പം മറ്റേ നമ്മുടെ കളറിങ്ങിൻ്റെ സെറ്റില്ലേ, അത് ബുക്കും കൂടി ആയിട്ടുള്ളത്. അപ്പം അതൊക്കെ നോക്കി. പിന്നെ അങ്ങനെ അത് എന്നിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ എടുത്ത് വെച്ചു. അപ്പം പിന്നെ ഇവിടെ കുറേ ഫ്രെയിമുകൾ. ഇത് ഫുൾ ആർട്ടാണ്. ഈ സൈഡ് ഈ ഒരു ഇത് ഫുൾ ആർട്ടിനുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ക്രയോൺസ്, പെൻസിൽ കളറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തൊക്കെയാണ്, വുഡിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളാണ്. പിന്നെ ഇത് മറ്റേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കുറേ. പിന്നെ ഇത് മറ്റേ ഫോമിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, മറ്റേ ഗ്ലിറ്റർ പേപ്പറിൻ്റെ. ഇതൊക്കെ ഫുൾ സ്റ്റിക്കേഴ്സ്. ഈ ഒരു കോർണർ ഫുൾ സ്റ്റിക്കേഴ്സിന് ആയിരുന്നു. ലിറ്റിൽ കൃഷ്ണൻ്റെ ഒക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. സ്പൈഡർമാൻ, ഡോറ ബുജ്ജി, അങ്ങനെയുള്ള എല്ലാ ചോട്ടാ ഭീമിൻ്റെ ഉണ്ടായിരുന്നു സ്റ്റിക്കേഴ്സ്. അത് ഹേർട്ട്, അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ അടുത്തായിട്ട് നമ്മുടെ ആർട്ടിന് വെച്ചാൽ ഡ്രോയിങ്ങിനൊക്കെ പെയിൻറ്റിങ്ങിനുള്ള സാധനങ്ങൾ ആയിരുന്നു. ചില ബ്രഷ് പിന്നെ ക്യാൻവാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ അടുത്ത്. കുറേ ടൈപ്പ് ബ്രഷുകൾ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സൈസ് അത് ഷാർപ്നറാണ്. എന്തിൻ്റെ ഷാർപ്നറാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പിന്നെ ഔട്ട്ലൈൻ മാത്രമല്ല, നമ്മൾ കളർ പെയിൻറ് ചെയ്യണം, അങ്ങനെ ഔട്ട്ലൈൻ മാത്രമായിട്ടുള്ള ക്യാൻവാസിന് അതും അതിൻ്റെ കൂടെ സ്റ്റാൻഡ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ബോർഡും വൈറ്റ് ബോർഡും ഉണ്ടായിരുന്നു. ക്യാൻവാസൊക്കെ നോക്കി പോയി. അപ്പം ഇതിൻ്റെ അടിയിലും കുറേ പെയിൻറ്റിങ്ങിനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം ആ ഔട്ട്ലൈൻ്റെ ക്യാൻവാസിൻ്റെ അടുത്തൊക്കെ പിന്നെ ഇത് നമ്മുടെ മറ്റേ ഡ്രൈ ഫ്ലവേഴ്സ് ഇല്ലേ, അതായിരുന്നു. പിന്നെ മേലേക്ക് നോക്കിയപ്പം പ്ലെയിൻ ആയിട്ടുള്ള ക്യാൻവാസ് ഉണ്ട്. വലിയ ക്യാൻവാസൊക്കെ ഉണ്ടായിരുന്നു, അതും പ്ലെയിനായിട്ട് ഉള്ളതായിരുന്നു. പിന്നെ ഇത് പെന്നാന്ന് തോന്നുന്നു, പെന്നുകളുണ്ട്. അതിൽ പെന്ന് ഇത് തന്നെ ക്ലേ മറ്റേ ഷേപ്പ് ചെയ്തെടുക്കും. പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അത് കുറേ മാർക്കറും സ്കെച്ചൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ പേപ്പർ ഇങ്ങനെ ഒട്ടിച്ച് അതിലിങ്ങനെ എഴുതിയൊക്കെ നോക്കാൻ പറ്റും. പിന്നെ കാൽക്കുലേറ്റർ, കൊറിയൻ കാൽക്കുലേറ്ററൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയല്ലേ, പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. ഇത് ഇറേസറാട്ടോ. ഇത് 2 സൈഡും ഇറേസറാന്ന് തോന്നുന്നു. അപ്പം പിന്നെ നോക്കിയപ്പോൾ സ്റ്റിക്കി നോട്ട്, വെറൈറ്റി ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഡിനോസറിന് തോന്നുന്നുണ്ട്.
ഇത് സ്റ്റിക്കി നോട്ടാണ് എൻ്റെ ബലമായ എൻ്റെ ഒരു വിചാരം. പിന്നെ അത് വെറൈറ്റി ഷേപ്പിലൊക്കെ ഉള്ള സ്റ്റിക്കി നോട്ട് ഉണ്ടായിരുന്നു. പിന്നെ വലിയ ലെങ്തി ആയിട്ടുള്ള സ്റ്റിക്കി നോട്ട് അവിടെ കണ്ടിട്ടുണ്ട്. ആ ലെങ്തി സ്റ്റിക്കി നോട്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഡിനോസറിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു, കുറേ വെറൈറ്റി സാധനങ്ങൾ. ബാക്കി എന്തൊക്കെയാണുള്ളത് അവിടെ നോക്കാം. ഇതാണ് ഏറ്റവും വലിയൊരു ക്യാൻവാസ് ആ ഷോപ്പിൽ തന്നെ. അതവിടെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ സ്റ്റാപ്ലർ പിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈറ്റ്നർ, ഗ്ലൂ, ഇതൊക്കെ ഗ്ലൂവിൻ്റെ ഒക്കെ ഇതാണ്. കുറേ ഗ്ലൂ ഉണ്ടായിരുന്നു. പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് പെൻ സ്റ്റാൻഡാണത്. എന്താ കുറേ ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. കീ ചെയിൻസ് എൻ്റെ അമ്മയെ അടിപൊളിയായിരുന്നു. കാരണം കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ്, അത്ര അടിപൊളിയായിരുന്നു. പിന്നെ എറേസർ, ഇത് ഒരു സെറ്റാണ്, ബ്രേസ്ലെറ്റ് ഒക്കെ ഉള്ള എന്താണ് ഷൈനി ഡയമണ്ട് പെയിൻറ്. ഈ സാധനം എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഇത് ബോക്സ് പോലത്തെ, ഇതെന്താ, ഇത് കലണ്ടർ ആണ്. കലണ്ടർ അടിപൊളിയായിരുന്നു. അതാ ഡേറ്റ് ഡേ ഒക്കെ ഇങ്ങനെ തിരിച്ചൊക്കെ. പിന്നെ ഇത് ഷാമ്പൂ സാധനങ്ങളാണ്. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. അപ്പം കണ്ണൻ അവിടെ ഷൂ എടുക്കുന്നുണ്ട് അവർ. അപ്പം ഞാനിവിടെ വന്നപ്പം ഈ ഇതിലും പൗച്ചുകൾ, അപ്പം ഇതൊക്കെ താഴെയുള്ള അതേ പൗച്ചുകളായിരുന്നു. അപ്പം പിന്നെ അവിടെ ഈ ഫ്ലോറിൽ കൂടുതലും മെയിനായിട്ടുള്ള ടോയ്സാണ്. പാവകൾ അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ സ്പോർട്സും ടോയ്സും ആയിരുന്നു അവിടെ മെയിൻ. ഇതെന്താ, മേക്കപ്പിൻ്റെ എങ്ങനെയാണ് ഇവിടെ വരിക? മേക്ക് യുവർ ഓൺ മാജിക്. യൂണിക്കോണിൻ്റെ എന്തോ ഒരു സംഭവം തുറന്നു നോക്കട്ടെ. ഓൾറെഡി തുറന്നിട്ടുണ്ട്. കിച്ചൺ സെറ്റാണ്, യൂണിക്കോണിൻ്റെ കിച്ചൺ സെറ്റ്. അപ്പം പിന്നെ കുറേ ടോയ്സ് ഉണ്ട്. ടോയ്സൊക്കെ നമുക്ക് കണ്ടോ. പിന്നെ അവിടെ വലിയൊരു ട്രോഫി ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് സ്പോർട്സിൻ്റെ ജേഴ്സി, എങ്ങനെയുള്ള വേണ്ട സ്പോർട്സ് ഷൂ, എല്ലാം സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും. അപ്പം ഇവിടെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ടോയ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ണന് ഷൂ നോക്കാണ്. പിന്നെ ഇത് സത്യം പറഞ്ഞ ഒരു മണി ബാങ്കാണ്. അപ്പം അത് കണ്ടോ, മേലെ മറ്റേ എന്താ പറയുക തെർമോക്കോളിൻ്റെ ബോൾസായിട്ട്. പിന്നെ വേറെയും കുറേ മണി ബാങ്ക് ഉണ്ട്. എന്താ യൂണിക്കോണിൻ്റെ ലോക്കൊക്കെ ഉള്ള എന്താ പറയുക മണി ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ക്രിക്കറ്റിൻ്റെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഇത് ടെൻറ്റ്. സത്യം പറഞ്ഞാൽ ഈ ഫ്ലോറിൽ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാവകൾ എന്നുവെച്ചാൽ ടെഡി ബെയർ വെക്കണ പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചെറിയ പാവകളും ഒക്കെ ഉണ്ടായിരുന്നു. യൂണിക്കോണിൻ്റെ. പിന്നെ വീണ്ടും എൽസയുടെ മുഖം കാണുന്നപ്പോഴാണ് അവൻ. പിന്നെ വീണ്ടും കുറേ യൂണിക്കോണൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും യൂണിക്കോൺ. പിന്നെ സാധാ പാവകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാണ്ടനെ അവിടെ കയറ്റി വെച്ചിരുന്നു. ഇത് വലിയ പോപ്പിറ്റാണ്. ഈ ഒരു പോപ്പിറ്റ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ഇത് ഞാൻ കുറേ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തുറക്കാൻ നോക്കിയിട്ട് എനിക്ക് തുറക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ കുറേ ബട്ടണൊക്കെ അമർത്തുമ്പോൾ പ്രസ്സൊക്കെ ആവുന്നുണ്ട്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ആയിട്ടായിരുന്നു. എനിക്കേട്ട തുറക്കാനും പറ്റിയില്ല. പ്രത്യേകിച്ച് ഒരു കയ്യിൽ ക്യാമറയും ആയിരുന്നു. ഒറ്റ കൈ വെച്ചായിരുന്നു തുറക്കാൻ നോക്കി. പക്ഷെ എനിക്ക് പറ്റിയില്ല. പിന്നെ അവിടെ കുറേ ടോയ്സ് തന്നെ. പിന്നെ അതാണ് നമ്മുടെ കിടക്കാൻ പറ്റിയത്. പിന്നെ ഇവിടെ കുറേ ഡോക്ടർ സെറ്റുകളാണ് കുറേ. പിന്നെ എന്താ സ്വിമ്മിങ്ങിൻ്റെ അപ്പം
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. എന്തൊക്കെയാ വാങ്ങിയെന്നൊന്ന് കാണിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് സാധനങ്ങൾ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ളതൊക്കെയാണ് വാങ്ങിയത്. അപ്പം കുറച്ച് മുന്നേ വാങ്ങിയതും ഇപ്പൊ വാങ്ങിയതും എല്ലാം കൂടി എടുത്ത് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഷോപ്പ് ചെയ്ത് കാണിച്ചു. അപ്പം ഫസ്റ്റ് ഇതിൽ കാണുന്നത് നെയിം സ്ലിപ്പാണ്. അപ്പൊ ഞങ്ങൾ 2 എണ്ണം വാങ്ങി. പിന്നെ ഗിഫ്റ്ററിന്റെ ബുക്ക് ഓതിന സാധനമാണിത്. ഇത് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇതിന്റെ വേറെ കുറെ കളേഴ്സ് ഉണ്ടായിരുന്നു. ഡാർക്ക് ബ്ലൂ ഉണ്ട്, ഗോൾഡൻ, അതൊക്കെ എനിക്ക് ഓർമ്മ വീഡിയോയിൽ കാണാം ഷോപ്പ് ചെയ്യുമ്പോഴേ. പിന്നെ എന്റെ ബോക്സ് അതാണ്. പിന്നെ കണ്ണനൊരു സ്വിമ്മിങ് ക്യാപ്പ് വാങ്ങി. കാരണം അവന് സ്വിമ്മിങ്ങിന്റെ ക്ലാസ് ഉണ്ട് സ്കൂളിൽ. അപ്പം പിന്നെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഒക്കെ കൂടുതൽ അമ്യൂസ്മെന്റ് പാർക്കിലേക്കാണ്. പിന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ബുക്സ് കുറെ ആഴ്ചയുടെ എല്ലാ ബുക്സും. പിന്നെ എനിക്ക് ഡ്രോയിങ് ബുക്ക്. എൻ്റെ സ്കൂളിൽ ആർട്ട് ഉണ്ട്, സോ അതിന്. പിന്നെ വീണ്ടും കുറച്ച് ബുക്സ്. ഇതും ബുക്സ്. ഇത് ബുക്കിന്റെ കെട്ട്. പിന്നെ കണ്ണന് ഷൂ വാങ്ങി. പിന്നെ ഇത് അധികം തോന്നില്ല. അപ്പം ഇതാണ് കണ്ണന്റെ. അവന് കഴിഞ്ഞ പ്ലേ ക്ലാസ്സിലായിട്ട് യൂണിഫോം ഫുള്ളൊന്നും വേണ്ടല്ലോ, യൂണിഫോമേ ഇല്ലായിരുന്നു. പിന്നെ അവനാണ് ക്രയോൺസ്. പിന്നെ എനിക്ക് പിന്നെ പെൻസിൽ എന്നൊക്കെ ഞാൻ പറയും. ഇതിന് ശരിക്കും നെയിം എന്താന്ന് എനിക്കറിയില്ല. കണ്ടപ്പോ ഇഷ്ടമായി. നമ്മുടെ നോർമൽ തന്നെ അത് കാണാനാണ് ഞാൻ പെൻസിൽ. പിന്നെ 4B പെൻസിൽ വാങ്ങി. പിന്നെ 12B 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 ഇത് പെൻറ്റോണിക്കിന്റെ 2 പെന്നും വാങ്ങി. പെൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വീണ്ടും 3 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പെൻറ്റോണിക്ക്. അപ്പം അത്രേ ഉള്ളൂ ഈ കവറിൽ. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ള ബാഗ് ഈ വർഷത്തെ തന്നെയാണ്. അപ്പം ഇത് കണ്ണന്റെ ബാഗാണ്. രണ്ട് സിപ്പുണ്ട്. ഇവിടെ പിന്നെ ഇതാണ് എന്റെ ഫ്ലോറൽ ഡിസൈൻ. സ്കൈ ബ്ലൂ ആണ്. അല്ല, സ്കൈ ബ്ലൂവില് ഫ്ലോറൽ ഡിസൈൻ ആണ്. ഇവിടെ ചെറിയൊരു പെർഫെക്റ്റ് ഉണ്ട്. പിന്നെ മുന്നിലും പിന്നെ രണ്ടും പിന്നെ ഇത് രണ്ടും നോർമൽ. ഇത് രണ്ടെല്ലാം. പിന്നെ ഞങ്ങളുടെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ സാധനങ്ങൾ. ഇത് എന്റെ വാട്ടർ ബോട്ടിൽ. ടെമ്പറേച്ചർ അറിയാം. ഓന്റെ തോൻ തന്നെ എടുക്കും. ഇത് കണ്ണന്റെ വാട്ടർ ബോട്ടിലാണ്. ഓന്റെ തോൻ കാണിച്ചു. ഇത് എന്റേതാണ്. അവന്റെ കഴിഞ്ഞ കൊല്ലത്തെ ലഞ്ച് ബോക്സ് ഇങ്ങനെയായിരുന്നു. ഇങ്ങനത്തെ ഒരു അതുപോലെ 2-in-1 ഉപ്പേരി കൊണ്ടുപോകാം. പക്ഷെ ഞാൻ ഉപ്പേരി
അണ്ണന്റെ ബോക്സ് ആണ്. ഇതൊക്കെ ഷാർപ്നർ ആണ്. അത് ഷാർപ്പി എവിടെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോഴാണ് കണ്ടത്. ഇത് നല്ല സാധനമാണ്, എനിക്കിഷ്ടമായി. പിന്നെ ഇതിന്റെ ഈ സ്നാക്സ് ബോക്സ് എനിക്കാണ്. ഞങ്ങളത് രണ്ടാമത്തെ ഇതിന്റെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇതാണ് കണ്ണേണ്ടത്, ഫുള്ള് പൊളിച്ചാ. ഇതിന്റെ മൂടി ഇതിന്റെ പിങ്കായിരുന്നു എനിക്ക് കഴിഞ്ഞില്ല. നമുക്ക് ഫോക്കില്ലായിരുന്നു. അപ്പം ഇത്രയുള്ള ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ ബാക്ക് ടു സ്കൂൾ. അപ്പം വീഡിയോ ഇഷ്ടമായി ധരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാം ചെയ്യാം.